ഡ്രൈവർമാരുടെ പ്രശ്നം തീരുമാനിക്കുമ്പോൾ, ഡ്രൈവർമാർക്ക് ഒരു നിയമം പാസ്സാക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഡ്രൈവർമാരുടെ സംഘടനയുള്ള കുറച്ച് ആളുകളിൽ വിളിച്ച് പാസ്സാക്കണം. തോന്നിവാസം പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് പാസ്സാക്കുക വെച്ചാൽ അത്തരം രീതി എപ്പോഴും നിർത്തലാക്കണം. കാര്യം ഒരു പ്രസ്ഥാനത്തിന് തൊട്ട് കളിക്കുമ്പോൾ ആ പ്രസ്ഥാനങ്ങളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രസ്ഥാനങ്ങളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പഠിക്കണം. ഈ പഠിക്കാൻ പോലും കഴിയാത്ത ചില ഉദ്യോഗസ്ഥ കഴുതകളാണ് ഇവരെ വഴിയാധാരമാക്കിയുള്ളത്. തീർച്ചയായിട്ടും അതിലൊരു ഇരയാണ് ഞാൻ. കാരണം നമ്മളെ സംസ്ഥാനത്ത് ഒരു 50 കോടിൻ്റെ പ്രൊജക്റ്റ് ഒരാൾക്കൊക്കെ ടെൻഡർ കൊടുക്കണേ അതിൻ്റെ മുക്കാഭാഗം നക്കുന്നത് രാഷ്ട്രീയക്കാരും ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. നോക്കിയേ, ഈ മൂത്രമൊഴിക്കാൻ പോയാലും പോലും ഈ എന്താ പറയുക 1000 രൂപ 500 രൂപ ഫൈൻ അടക്കും. ഈ ഫൈൻ അടക്കുന്ന MED-യോട് എവിടെ പാർക്കിംഗ് സ്ഥലം ചോദിച്ചാൽ അത് എൻ്റെ ഡ്യൂട്ടി അല്ലാന്ന് പറയും. ഇവിടുത്തെ ചില ആളുകൾ ഈ MED എന്നുള്ള സംഭവം ഉണ്ടല്ലോ, MED മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, കൊള്ളയടിക്ക് അവരെ പേരെന്നെ മാറ്റണം. ശരി, കൊള്ളയടി സംഘം എന്താക്കണം. ഇവിടെ ഈ പ്രസ്ഥാനം വിജയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സർക്കാരിൻ്റെ ഔദാര്യമൊന്നും മാറ്റാം. പക്ഷെ എൻ്റെ ഔദാര്യം സർക്കാരിന് ഈ 4 കോടി ജനങ്ങൾക്കും കിട്ടണമെങ്കിൽ ഈ പ്രസ്ഥാനം നിലനിൽക്കണം. ഈ പ്രസ്ഥാനം പൊളിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ആരും വരാനൊന്നും നിൽക്കണ്ട. ഇവിടെ പൊതുവെ കേരളത്തിലൊരു പ്രസ്ഥാനം തുടങ്ങി കഴിഞ്ഞാൽ ആ ഭൂമി ആദ്യം തുടങ്ങാൻ വിചാരിക്കുന്ന ഭൂമിയിൽ നിന്ന് തന്നെ ആണിക്കല്ല് ഉദ്യോഗസ്ഥരടിക്കും. നീ ആ പേപ്പർ കൊണ്ടുപോവാ, ഈ പേപ്പർ കൊണ്ടുപോവാ, മറ്റേ പേപ്പർ കൊണ്ടുപോവാ, ഇത് സ്പീഡാക്കണമെങ്കിൽ ഇവിടെ വേണം, അവിടെ വേണം എന്നുണ്ടെങ്കിൽ. നമസ്കാരം. 2022 3-ാം മാസമാണ് റഹ്മാൻ പത്രിപ്പാല എന്ന വ്യക്തിയെ ജനങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ലോറി ഡ്രൈവർ ആയിരുന്നു. ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി മുൻപും ഇപ്പോഴും വാ തോരാതെ ഞാൻ സംസാരിക്കുന്നുണ്ട്. അന്ന് റഹ്മാൻ പത്രിപ്പാല പറഞ്ഞത്, എൻ്റെ കിഡ്നി വിൽക്കാൻ തയ്യാറാണ്, എനിക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല, എൻ്റെ പ്രസ്ഥാനമാകെ ഉദ്യോഗസ്ഥർ തകർത്തു എന്നുള്ളതാണ്. ബാക്കി റഹ്മാൻ പത്രിപ്പാല തന്നെ പറയാം. അതായത് 2022 ഒന്നാമത് ഡീസലിൻ്റെ വർധനവ് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എൻ്റെ ഈ മേഖല പോയിട്ടുണ്ടായിരുന്നു. ഈ ട്രക്ക് മേഖല, ഗൂഡ്സ് കാരിയറൊന്നും വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പോണപ്പോൾ എന്നെ ദ്രോഹിക്കാൻ, അതായത് ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ഉദ്യോഗസ്ഥന്മാർ എന്നെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. എന്നെ വഴിയാധാരമാക്കി. എന്തായാലും തിരിച്ച് ഞാൻ വരാൻ പോവുകയാണ്. ഈ തിരിച്ചു വരവ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അടിത്തറ സ്ട്രോങ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടാർഗറ്റ് നമ്മളെ വീണ്ടും തുറമുഖമാണ്. ഈ ഒരു ബ്ലോഗ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംസ്ഥാനം ഇന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് നമ്മളെ സംസ്ഥാനം ഏറ്റവും കൂടുതൽ പോകണം. ഞാൻ എൻ്റെ ഇപ്പം ഇറങ്ങാൻ പോകുന്നത് 30 വണ്ടിയാണ്. ഈ 2026 ആകുമ്പോൾ നമ്മുടെ ഏകദേശം ഇറക്കാൻ പോകുന്നത് 30 വണ്ടിയാണ്. ടാർഗറ്റ് 30 വണ്ടിയാണ്. ഈ 30 വണ്ടിൻ്റെ രജിസ്ട്രേഷൻ ഞാൻ എൻ്റെ സംസ്ഥാനത്ത് തന്നെ ചെയ്യണം. ഇത് ഒരു ബിസിനസ്സിൻ്റെ ലെവലിൽ എനിക്ക് എൻ്റെ സാമ്പത്തിക നിലവാരം മാത്രം നോക്കിയിട്ട് എനിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അന്യ സംസ്ഥാനത്ത് പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. പക്ഷേ ഞാനത് ചെയ്യുന്നതോടും നാളെ പിന്നെയും ബാധ്യത എൻ്റെ മണ്ടക്ക് തന്നെയാണ് വരുന്നത്. കാരണം നമ്മളെ സംസ്ഥാനത്ത് പണമില്ലായ്മ, ഫണ്ടില്ല. ഇനിയിപ്പോൾ 50 കോടി രൂപയുടെ ബഡ്ജറ്റാണ് റോഡ് പണിക്ക് ചിലവാക്കി കഴിഞ്ഞാൽ, കിഫ്ബിന്ന് ഫണ്ട് ഇറക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും ടോള് വരാൻ പോവുകയാണ്. എല്ലായിടത്തും ടോള് വരിക എന്ന് പറയുന്നത് ഒരു പാലം നിർമ്മാണം നടത്തണമെങ്കിൽ, അതായത് നമ്മളെ വിദേശത്തേക്ക് നമ്മളെ വ്യവസായ മന്ത്രി പോയത് 10 കോടി റുപ്യ ചിലവാക്കിയിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം ഇവിടുന്ന് പോയിട്ടുള്ളത്. അപ്പോൾ 10 കോടി എന്ന് പറയുന്നതും 50 കോടി എന്ന് പറയുന്നത് എൻ്റെ കണക്കിൽ ഈക്വാലിറ്റിയാണ്. കാരണം നമ്മളെ സംസ്ഥാനത്ത് ഒരു 50 കോടിൻ്റെ പ്രൊജക്റ്റ് ഒരാൾക്കൊക്കെ ടെൻഡർ കൊടുക്കണേ അതിൻ്റെ മുക്കാഭാഗം നക്കുന്നത് രാഷ്ട്രീയക്കാരും ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. അതിൻ്റെ തുച്ഛമായ ഫണ്ടിൽ നിന്നാണ് നമ്മൾ ഈ റോഡ് നിർമ്മാണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ അടിത്തറ ഇടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖമാണ് നമ്മളെ ഗവൺമെൻറ് ഇപ്പം നടന്ന ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് വിഴിഞ്ഞം തുറമുഖത്ത് വരാൻ പോകുന്നത് ഇനി, അതായത് 30,000 കണ്ടെയ്നർ, 25,000 കണ്ടെയ്നർ, 10,000 കണ്ടെയ്നർ വെച്ചിട്ടുള്ള ഷിപ്പുകൾ വരുമ്പോൾ ഇത് ട്രാൻസ്ലേഷൻ നടത്തണമെങ്കിൽ എന്തായാലും ട്രക്കുകൾ നിർബന്ധമാണ്. ഇപ്പം നമ്മൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ ആ നേരത്തെ നമുക്ക് അതൊരിക്കലും മുന്നേറാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിട്ട് ചെറുവണ്ടിയിൽ നിന്ന് തുടങ്ങുന്നത് കണ്ടെയ്നർ കയറ്റാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ അറിവ് എവിടുന്നാണ് അവിടുന്ന് തന്നെ ആ തുടക്കം കുറിച്ച് പോയിട്ട് വേണം അതിനെ പിടിക്കണേ. നിങ്ങൾ 30 വണ്ടിയാണ് ലക്ഷ്യം വെക്കുന്നത് അല്ലേ? 30 വണ്ടി എന്ന് പറയുന്നത് കമ്പനി രജിസ്ട്രേഷൻ ആവുന്നത്. കിഡ്നി വിൽക്കാൻ വേണ്ടി പോയ ആള് അല്ലേ? നമ്മൾ ആ വാർത്തയിലൂടെ ശരിക്കും വല്ലാത്ത രീതിയിലേക്ക് അത് പ്രേക്ഷകരോട് പറയേണ്ട ആവശ്യമുണ്ട്. പ്രേക്ഷകരോട് പറയാണ്, റഹ്മാൻ പത്രിപ്പാല എന്ന ആളെ എല്ലാവരും വലിയ രീതിയിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോറി ഡ്രൈവർ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോറിക്കാർക്ക് വേണ്ടി പലതും സംസാരിക്കാറുണ്ട് പുള്ളി. അപ്പോൾ അതുപോലെ തന്നെ ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി സംസാരിക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ നെഞ്ചിലേറ്റി പല ലോറി അസോസിയേഷനൊക്കെ അല്ലേ പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ സഹായിക്കാറുണ്ട്. ആ രീതിയിലേക്ക് തന്നെയാണ് വീഡിയോ ഗവൺമെന്റിനോട്
ഗൗരവത്തിൽ തന്നെ ഈ 4 കോടി ജനങ്ങളോടും ഗവൺമെന്റിനോട് എനിക്ക് പറയാനുള്ളത്, വ്യവസായത്തിന് വേണ്ടിയിട്ട് അന്യ രാജ്യങ്ങൾക്ക് പോയിട്ട് കുറെ ഫണ്ട് കളഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ഇത് വ്യവസായം, അത് വ്യവസായത്തിന് വേണ്ടി പോയി ഇതാണ് യഥാർത്ഥ റഹ്മാൻ വ്യവസായം. അത് ഈ വ്യവസായം പഠിക്കാൻ വേണ്ടി പോകുന്നതല്ല, ഫാമിലിയോടെ ടൂർ അടിക്കുന്നതാണ് ശരി. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ നമുക്ക് കാണാൻ ആ പറ്റുള്ളൂ. ഫണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ ശരിക്കും നല്ല രീതിയിലേക്ക് എന്തൊക്കെയാ ഡെവലപ്മെന്റ് ചെയ്യാന്നാ പറയുന്നത്. ഇന്നിപ്പോ സർക്കാർ ഇപ്പൊ ഇതിന്റെ ഇടക്ക് പറഞ്ഞെന്താ പറയുക, സർക്കാരും രാഷ്ട്രീയക്കാരും പറഞ്ഞത് യഥാർത്ഥത്തിലും സംസ്ഥാന സർക്കാരിന്റെ വരുമാനം മോട്ടോർ വാഹന മേഖലയിൽ നിന്നാന്ന് പറയുമ്പോൾ അത് എന്താന്നുള്ളത് നല്ലവണ്ണം എനിക്ക് ബോധ്യമുണ്ട്. ഒന്ന് ടാക്സ്, അതായത് ഈ ഇന്ത്യയിലെ 28 സ്റ്റേറ്റിലും ഇല്ലാത്തൊരു ടാക്സാണ് നമ്മളെ സംസ്ഥാനത്തുള്ളത്. അതുകൂടാണ്ട് ഈ ടാക്സ് അടക്കണമെങ്കിൽ ക്ഷേമനിധി നിർബന്ധമായിട്ടും കെട്ടണം. ഞാൻ ഇത് കമ്പനിയാണ് തുടങ്ങുന്നത്, ഇതിന് കേന്ദ്ര സർക്കാർ പറയുന്ന ആനുകൂല്യങ്ങളും ഡ്രൈവർമാർക്ക് കൊടുക്കേണ്ട അത് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. സർക്കാർ പറയുന്ന ക്ഷേമനിധി ഞാൻ കെട്ടാം. എനിക്ക് ക്ഷേമനിധി ഒഴിവാക്കാൻ എനിക്ക് അന്യ സംസ്ഥാനത്ത് ഈ സർക്കാരിന് വെല്ലുവിളിച്ചിട്ട് കാര്യമല്ല. സർക്കാരിനോട് ആദ്യം നമുക്ക് പറയണം ഡ്രൈവർക്ക് എന്താണ് ആദ്യം ഓരോ. അപ്പോൾ ഈ ഡ്രൈവർമാർ കണ്ടതിനപ്പുറത്തേക്ക് ഇന്ന് വലിയ രീതിയിലേക്ക് പുള്ളി അല്ലെ ഒരു 30 വണ്ടിയുടെ ഒരു ലെവലിലേക്ക് ഉയരാൻ വേണ്ടി പോവാണ്. ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു വിഷയം, എന്തുകൊണ്ടാണ് ടാറ്റ സെലക്ട് ചെയ്തത്? ടാറ്റ T90 ടാറ്റയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ഇവിടെ നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നില്ല. ശരിക്കും ലോറി ഡ്രൈവറായ നിങ്ങളോട് തന്നെ ചോദിക്കുക. അതായത് കാര്യം, നിങ്ങൾ എല്ലാ വണ്ടിയെ കുറിച്ചും വല്ലാത്ത രീതിയിലേക്ക് എത്തി. ടാറ്റ T90യിലേക്ക് ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേൾക്കുന്നതിൽ അപ്പുറത്തേക്ക് ടാറ്റ T90യിലേക്ക് എങ്ങനെ നിങ്ങൾ എത്തി? എന്റെ പേഴ്സണൽ കാര്യമാണ്. മറ്റുള്ളവർക്ക് കാണുന്ന കാഴ്ചപ്പാട് എങ്ങനെയാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അടിച്ച് തന്നെ എടുക്കണം എന്നും ഞാൻ പറയാൻ നിൽക്കില്ല. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് 2023 മുതലാണ് ഞാൻ എൻ്റെ വണ്ടികളെല്ലാം കയ്യിൽ നിന്ന് പോയതിന് ശേഷം വീണോർത്തുനിന്ന് എണീക്കണം. നമ്മൾ നടന്നു പോകുമ്പോൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർ കാണുന്നതിൻ്റെ മുമ്പ് എണീക്കും. പക്ഷെ ബിസിനസ് അങ്ങനെയല്ല, വീണ് കഴിഞ്ഞാൽ എണീച്ച് വരാൻ ഒരുപാട് ആൾക്കാരുടെ പിന്തുണ അല്ലാണ്ട് നമുക്കൊരു മേഖല വെട്ടിപ്പിടിക്കാനും പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ വീണത് ഇത് എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ളത് പഠിക്കണം. എൻ്റെ വണ്ടികളൊക്കെ പോയി ഞാൻ എല്ലാ വണ്ടികളിലും ഡ്രൈവറായിട്ട് പണിയെടുത്തു. ഏഷ്യറിൽ പണിയെടുത്ത്, ലൈലാൻഡിൽ പണിയെടുത്ത്, ടാറ്റയിലും പണിയെടുത്തു. ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഭാരത് ബെൻസിലും ഓടിയിട്ടുണ്ട്. മഹേന്ദ്ര ഫീരു ആണ് ലാസ്റ്റ് ഞാൻ ഓടിയിട്ടുള്ളത്. പിന്നെ ഇന്ത്യയിൽ 6 സിലിണ്ടർ യുഗം കഴിഞ്ഞു. അതായത് ബോഡി എടുത്ത് ചേസ് എടുത്ത് ബോഡി കെട്ടിയിട്ട് കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വണ്ടീൻ്റെ പാസിങ്ങിലൊക്കെ വ്യത്യാസങ്ങൾ വരും, പിടിച്ച് കയറി വരാൻ പറ്റില്ല. അപ്പോൾ നാടോടുമ്പോൾ നടുവ് കൂടെ ഓടുക. അപ്പം ഞാൻ ഈ വണ്ടികളിലൊക്കെ എടുത്തതിൽ ഒരു രാജാവായിട്ട് തോന്നിയത്, എല്ലാവർക്കും ഇത് കാണുന്ന കാഴ്ചപ്പാടിൽ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ രാജാവാണെന്ന് പറയാൻ ഇത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. എന്താണ് പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത ഇത് 4 സിലിണ്ടർ ഇഞ്ചിനാണ്. ഈ 4 സിലിണ്ടർ ഇന്ത്യയിൽ ഞാൻ വെല്ലുവിളിച്ച് പറയണു, 4 സിലിണ്ടർ ഇഞ്ചിനിൽ CC 5050 CC ഉള്ള വണ്ടിയും ഹോഴ്സ് പവർ 205 ഹോഴ്സ് പവർ ഉള്ള വണ്ടി ഇന്ത്യയിൽ ഇത് കഴിച്ചിട്ട് വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ ചെയ്യാൻ തയ്യാറാണ്. നമുക്ക് 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള സുരക്ഷാ ക്യാബിൻ ഉണ്ട്. സുരക്ഷാ ക്യാബിൻ അതുമല്ല, ഇത് പിന്നെ മൈലേജിന്റെ വിഷയവും ഇവരുടെ സർവീസിന്റെ വിഷയമാണ് പിന്നെ മെയിനായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. മൈലേജ് ഈ സാധനം നമുക്ക് കിട്ടണമെങ്കിൽ 40,000 കിലോമീറ്റർ കയറേണ്ട ഇതിന് മൈലേജ് കിട്ടില്ല. അത് അറിയുന്നവനൊക്കെയാണ് അതാണ്. പിന്നെ ഇതിന് മൈലേജ് കിട്ടാൻ ചില ടെക്നോളജി കാര്യങ്ങളുണ്ടായി നമ്മളെ കാലാണ്. ഈ കാലുമ്മലാണ് ഇതിൻ്റെ യഥാർത്ഥ മൈലേജ് കിടക്കുന്നത്. പിന്നെ ഈ വണ്ടിൻ്റെ ഗുണനിലവാരത്തിൽ തൊട്ടിൻ്റെ കാര്യം ഞാൻ എടുത്തിരിക്കുന്നത് 8 അടി വീതിയാണ്. ഇതിന് 8 അടി വീതി എല്ലാ കമ്പനിക്കും ഇല്ല എന്നെല്ലാം പറഞ്ഞു. ചില കമ്പനികൾക്ക് ഉണ്ട്. ഒരാളിന് ഞാൻ മോശമായിട്ട് പറഞ്ഞത്, കാരണം മോട്ടോർ വാഹനം എൻ്റെ ചോറാണ്. ഇതിനെ പുകഴ്ത്തി മറ്റേതിനെ കുറ്റം പറയാൻ ഞാൻ തയ്യാറില്ല. പക്ഷേ ഫ്യൂരിയോ ആണ് ലാസ്റ്റ് ഓടിയത്. ആ വാഹനം ഇന്ന് ഇന്ത്യയിൽ 18500 GBW RC പക്കയായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൈലേജിൻ്റെ കാര്യത്തിൽ രണ്ടിനും കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിലും ഫ്യൂരിയോ ഇതിനെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. പിന്നെ ഐഷറും അതുപോലെ തന്നെ വലിയ മോശമൊന്നുമില്ല, വണ്ടികൾ മോശം ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ തെരഞ്ഞെടുപ്പിൽ എൻ്റെ മനസ്സിന് എനിക്ക് മനക്കരുത്ത്, ഒരു ഡ്രൈവറിന് കൊടുക്കേണ്ട മനക്കരുത്ത് സ്റ്റിയറിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വാഹനത്തിന് നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്യാൻ എനിക്ക് കഴിയും എന്നുള്ളത് ആക്സിലേറ്റർ നമുക്ക് ധൈര്യം തരുമ്പോഴാണ് ഒരു ഡ്രൈവർ ഏത് നിമിഷം ഒരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യുക. എന്നപ്പോൾ വരുന്ന പല വാഹനങ്ങളും ഹോഴ്സ് പവർ 160-170 താഴെ ആവുകൊണ്ട് വാഹനം ഓവർടേക്ക് ചെയ്ത് കമ്പനി പറയുന്ന പേലോഡ് വെച്ചാൽ തന്നെ ഓവർടേക്ക് ചെയ്ത് കയറാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ സർവീസിൻ്റെ കാര്യത്തിന് എന്തായാലും അവരുടെ, അതായത് ഈ ഷോറൂമേരല്ല ഇതിൻ്റെ മെയിൻ കമ്പനിയാണ്.
കമ്പനിയുടെ ഇത് കാണണം എന്നുള്ളതാണ്. കാരണം ഞാൻ ടാറ്റൻ്റെ, പിന്നെ അതുമല്ല, ടാറ്റ എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ സമ്പത്താണ്. ഈ രാജ്യത്തിന് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള ഒരു ടാറ്റൻ്റെ രക്തം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് എല്ലാവരും ഹൃദയത്തിൽ ഏറ്റു കിടക്കുന്നൊരിതാണ്. എനിക്ക് സംരംഭം തുടങ്ങാൻ നിലനിൽപ്പിനും അടിത്തറ ഇട്ടുന്നത് ഈ നിൽക്കുന്ന മനുഷ്യനും ഈ നിൽക്കുന്ന വാഹനവും. അപ്പോൾ അതിനോട് കൂറായിട്ടല്ല, മോട്ടോർ വാഹനത്തിന് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഇതിൻ്റെ മെയിൻ കാരണം എടുക്കാനുള്ളത്, അതായത് നമുക്ക് അത് തെളിവ് വേണമെങ്കിലും അടക്കം ഇതിൽ ഉണ്ട്. ആദ്യം ഒരു ഡ്രൈവർക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുമ്പോൾ എന്താണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത് എന്നാണ് പറയുന്നത്. കാര്യം ഈ സർക്കാരിന്റെ ഭാഗത്ത് വേണ്ടത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ സർക്കാരിൽ ഒരു സംഭവം പാസ്സാക്കുമ്പോൾ മറ്റുള്ള രീതിയിലേക്ക്, അതായത് അതാതുമായി ബന്ധപ്പെട്ട, അതായത് ലോറി ഡ്രൈവർമാർ ഒന്ന് പറയട്ടെ, അതായത് ലോറി ഡ്രൈവർമാർ ഇത് എപ്പോഴും ചിന്തിക്കുന്ന വിഷയം തന്നെയാണ്. വിവരമില്ലാത്ത കഴുതകളെയാണ് ചില സമയത്ത് എന്ത് ചെയ്യുക, ഈ ഭരിക്കാനാക്കുക. അതായത് അവർക്ക് തോന്നിയ പോലെ അങ്ങ് പാസ്സാക്കും. അതായത് പ്രത്യേകിച്ച് പറയാനുള്ളത്, ശരിക്കും വിവരമില്ലായ്മ എന്നുള്ളത് ഒരു അലങ്കാരമാക്കി കൊണ്ടുനടക്കുന്ന കുറെ ആളുകളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. അങ്ങനെ തന്നെ പറയാം, ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്, ഡ്രൈവർമാരുടെ പ്രശ്നം തീരുമാനിക്കുമ്പോൾ, ഡ്രൈവർമാർക്ക് ഒരു നിയമം പാസ്സാക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഡ്രൈവർമാരുടെ സംഘടനയുള്ള കുറച്ച് ആളുകളിൽ വിളിച്ച് പാസ്സാക്കണം. ഇവർ ചെയ്യുന്നത് തോന്നിവാസം പോലെ, തോന്നിവാസം പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് പാസ്സാക്കുക വെച്ചാൽ അത്തരം രീതി എപ്പോഴും നിർത്തലാക്കണം. കാര്യം ഒരു പ്രസ്ഥാനത്തിന് തൊട്ട് കളിക്കുമ്പോൾ ആ പ്രസ്ഥാനങ്ങളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രസ്ഥാനങ്ങളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പഠിക്കണം. ഈ പഠിക്കാൻ പോലും കഴിയാത്ത ചില ഉദ്യോഗസ്ഥ കഴുതകളാണ് ഇവരെ വഴിയാധാരമാക്കി കൊടുത്തത്. തീർച്ചയായിട്ടും അതിലൊരു ഇരയാണ് ഞാൻ. പക്ഷെ ഞാൻ പാസ്പോർട്ട് എടുത്തിട്ട് എവിടേക്കും പോയിട്ടില്ല. ഞാൻ ഇവിടെ 2022 തൊട്ടിട്ട് ഇന്ത്യയിൽ ഇറങ്ങിയ സകല വണ്ടികളും ഓടിച്ച് ഏതൊക്കെ റൂട്ടിൽ പോയാലാണ് ഇത് വിജയിപ്പിക്കാൻ പറ്റുക, ഏതൊക്കെ രൂപത്തിൽ ഓടി. അതായത് നിങ്ങളൊക്കെ വിവരം വിദ്യാഭ്യാസമുള്ളവനാണെങ്കിൽ, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഞാൻ സ്കൂളിൽ പോകുന്ന കാലത്ത് സ്ലൈറ്റ് പിടിക്കുന്ന കാലത്ത് സ്റ്റെയറിങ്ങും പെൻസിൽ പിടിക്കുന്ന കാലത്ത് ഗിയർ റാഡും പിടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവനെ കൊണ്ട് ഈ സംസ്ഥാനത്ത് ഞാൻ ചരിത്രം കുറിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ, ഞാൻ ഇവിടുന്ന് പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ നിങ്ങളെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നതിൻ്റെ ഒരു തുടക്കം മാത്രമാണിത്. പക്ഷേ ഈ തുടക്കത്തിന് എനിക്ക് എൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും പിന്തുണ ഉണ്ടെങ്കിൽ എനിക്ക് വൻ വിജയത്തിലേക്ക് എത്താൻ പറ്റും. സർക്കാർ എനിക്ക് ചെയ്തു തരേണ്ട ചില കാര്യങ്ങൾ ചെയ്തു തന്നാൽ ഇത് എന്നെ മാത്രമല്ല, ഇവിടെ ഇനി ഓണർ കം ഡ്രൈവർ എന്ന് പറയുന്ന ഫീൽഡ് ഇനി വിജയിക്കില്ല. ഇവിടെ 10 വണ്ടി സ്വന്തമായിട്ട് ട്രാൻസ്പോർട്ട് ഉള്ളവനൊക്കെയാണ് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട്, ഞാനും ഡ്രൈവറാണ്, എനിക്കും ഒരു ലോറി എടുത്ത് കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. സർക്കാർ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടത്, നിങ്ങൾ പറയുന്ന എല്ലാ ആനുകൂല്യവും, ടാക്സ് അമിതമായിട്ടും ഞാൻ ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പൊട്ടനായിട്ടല്ല, എൻ്റെ സംസ്ഥാനത്തിൻ്റെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമ്മള് അതായത് നോക്കിയേ, ഈ എടുത്തു പറയേണ്ട ഒരു വിഷയമുണ്ട്. അതായത് മാഹിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ പറയാൻ പറ്റും, ഡീസൽ 14 ഉറുപ്പിക മാറ്റം ഉണ്ടായിരുന്നപ്പോ കേന്ദ്ര സർക്കാർ 3 രൂപ കൂട്ടിയതിൽ 14 രൂപ, 11 ഉറുപ്പിയുടെ ഡിഫറൻസ് ആണ്. ഒരു മിനിറ്റ്, മാഹിയിൽ പോയി കഴിഞ്ഞാൽ പെട്രോളിന് 10 രൂപ കുറവാണ്. അല്ലെങ്കിൽ വേണ്ട, പെട്രോൾ വിടട്ടെ, കള്ള് നിങ്ങൾ പറയുമ്പോൾ പെട്രോളിന് വില കൂടി, കള്ളിന് വില കൂടി എന്നല്ല, കള്ള് വില കൂടുതലാണ്. അപ്പോൾ ഈ കേരളത്തിൽ കള്ള് വില കൂടുതലാണ്. ഇന്ത്യയിലുള്ള സംസ്ഥാനമാണ് ശരിക്കും പോണ്ടിച്ചേരിയെ, അതായത് മാഹിയിൽ നിന്ന് 500 രൂപ ഒരു ഫുള്ളിന് വാങ്ങിക്കൊണ്ടു കഴിഞ്ഞാൽ, ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയാണല്ലോ അത്. 500 രൂപ ഒരു ഫുള്ളിന് വാങ്ങിക്കൊണ്ടു കഴിഞ്ഞാൽ ആ 500 രൂപയുടെ ഫുള്ള് കേരളത്തിൽ വരുമ്പോൾ 1100 രൂപയാണ്. അതായത് ഒരേ സാധനമാണ്, ഒരേ ബ്രാൻഡാണ്, സംഭവമൊക്കെ ഓക്കെയാണ്. പക്ഷേ സർക്കാർ നമ്മളോട് പറയുന്നത്, ഞങ്ങളുടെ അവിടെ നിന്ന് മാഹിയിൽ നിന്ന് ഒരു കുപ്പിയോ 2 കുപ്പിയോ വന്നു കഴിഞ്ഞാൽ ഇവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഉള്ളിലാക്കും. അതായത് പാകിസ്ഥാനിൽ നിന്ന് സാധനം കടത്തിയ പോലെയാണ് ഇവനോട് പെരുമാറുക. അത് അപ്പുറത്തേക്ക് നേരെ ഞങ്ങൾ 600 രൂപ കൂടുതലുണ്ട്, ഞങ്ങളെ നിങ്ങൾ കൊള്ളയടിക്കാൻ സഹായിക്കും എന്നുള്ള രീതിയിലേക്കാണ് സർക്കാർ പോകുന്നത്. പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ ജനങ്ങൾക്ക്. അതായത് ജനങ്ങള് കേരളത്തിലുള്ള പ്രത്യേകിച്ച് ഒരു ടാക്സ് കുറച്ചാൽ പെട്ടെന്ന് ടാക്സ് കുറക്കില്ല, കൂട്ടാനുള്ള മാക്സിമം കൂട്ടും, ഒരു പ്രസ്ഥാനം വന്നു കഴിഞ്ഞാൽ അത് പൊളിപ്പിക്കും, കൊടി പിടിക്കും. ഇതൊക്കെ സംഭവമാണ്. പ്രതിഷേധം കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഒരാളെ ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിലാണ്. അതായത് ഇപ്പോൾ വണ്ടികൾ ഒന്ന് പാർക്ക് ചെയ്ത് ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ വണ്ടി പാർക്ക് ചെയ്ത 1000-500 ഫൈൻ അടിക്കും. അതല്ല, ഇപ്പൊ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്, ലോറി ഡ്രൈവർമാർ 6 മണിക്കൂറിന് റെസ്റ്റ് എടുക്കും. അപ്പൊ ഗണേഷ് കുമാറിന് അദ്ദേഹം പറഞ്ഞത് റോഡിൽ നിന്ന് 10 മീറ്റർ അകലെന്ന് പറഞ്ഞ അദ്ദേഹം എവിടെയെങ്കിലും സ്ഥലം മേടിച്ചിട്ട്. അല്ല അതൊക്കെ അതിനപ്പുറത്തേക്ക് നോക്കിയേ, ഈ മൂത്രമൊഴിക്കാൻ പോയാലും പോലും ഈ എന്താ പറയാ 1000 രൂപ 500 രൂപ ഫൈൻ അടക്കും. ഈ ഫൈൻ അടക്കുന്ന MED-യോട്
എവിടെ പാർക്കിംഗ് സ്ഥലം എന്ന് ചോദിച്ചാൽ അത് എന്റെ ഡ്യൂട്ടി അല്ലാന്ന് പറയും. ഇവിടുത്തെ ചില ആളുകൾ ഈ MVD എന്നുള്ള സംഭവം ഉണ്ടല്ലോ, MVD മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, കൊള്ളയടിക്ക് അവരെ പേരെന്നെ മാറ്റണം. ശരി, കൊള്ളയടി സംഘം എന്താക്കണം, അത്ര രീതിയിലേക്കാണ് ഇവര് പോകുന്നത്. തിരിച്ചറിവ് വരാൻ തുടങ്ങി. ഞാൻ ആദ്യം മുതലേ പറഞ്ഞിട്ട് ചെക്ക് പോസ്റ്റുകൾ നിരോധിക്കണം എന്നുള്ളത്. സംഭവിച്ചോ? എങ്ങനെ സംഭവിച്ചു? ഈ കൈക്കൂലി മേടിക്കാൻ മാത്രമായിട്ടാണ് പാലക്കാട് ബോർഡറുകളിലും കേരളത്തിന്റെ നാനാ ബോർഡറുകളിലും ഉദ്യോഗസ്ഥന്മാർ ട്രാൻസ്ഫർ മേടിക്കുന്ന പണം ഉണ്ടാക്കാനാണ്. ഇപ്പൊ ഗതാഗത വകുപ്പ് മന്ത്രിക്കും ഇപ്പൊ ആ മന്ത്രിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഓരോ കമ്മീഷണറും മറ്റുള്ളവർക്കൊക്കെ ബോധോദയം. ഞാൻ മുത്തങ്ങ ചെക്ക് പോസ്റ്റില് സമയം കഴിഞ്ഞു. അപ്പോ ഞാൻ ഒരു മാധ്യമ പ്രവർത്തനാന്ന് അവരോട് പറഞ്ഞില്ല, കയറ്റിവിടാം, പക്ഷേ എന്ത് വേണം? പൈസ വേണം. അതായത് പൈസ വേണം. ഞാൻ ആരാണെന്ന് പറഞ്ഞപ്പോ എന്താ അറിയോ, മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നത് പോലും ഞാൻ ശ്രദ്ധിക്കുമെന്ന് ആയപ്പോ പെട്ടെന്ന് അവരെന്ത് ചെയ്തു, പെട്ടെന്ന് എന്നെ പറഞ്ഞു വിട്ടു. അതായത് പണം വേണം, കയറ്റിവിടും, പ്രശ്നമേ അല്ല പണം, കൈക്കൂലി. ഈ കൈക്കൂലി എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് ശരിക്കും നല്ല രീതിയിലേക്ക് കൈക്കൂലി ഉദ്യോഗസ്ഥർ വാങ്ങുന്നുണ്ടെന്നുള്ളത് സത്യമായിട്ട് സർക്കാരിന് അറിയാം. സർക്കാരുകൾക്ക് ഇത് അറിയാം. ശരിക്കും ഈ രാജ്യം ഭരിക്കുന്നത് സർക്കാരല്ല, ഉദ്യോഗസ്ഥന്മാരാണ്. ഉദ്യോഗസ്ഥന്മാരെ നന്നാക്കാനാണ് സർക്കാരിന് ഉദ്യോഗസ്ഥന്മാരല്ല. സർക്കാർ തല്ലുകൂടി മാറാൻ വേണ്ടിയിട്ട് ഇനി ജനങ്ങൾ മൊത്തത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സാഹചര്യത്തിലാണ് നമ്മളെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പ്രസ്ഥാനം വിജയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സർക്കാരിന്റെ ഔദാര്യമൊന്നും മാറ്റാം, പക്ഷെ എൻ്റെ ഔദാര്യം സർക്കാരിന് ഈ 4 കോടി ജനങ്ങൾക്കും കിട്ടണമെങ്കിൽ ഈ പ്രസ്ഥാനം നിലനിർത്തും. ഇനി ആരെങ്കിലും ഈ പ്രസ്ഥാനം വിജയിപ്പിക്കാനോ ഇതിന് അണിയറായിട്ട് വരാനോ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം. എല്ലാം ഓപ്പൺ ആയിട്ടുള്ള പരിപാടിയാണ്. എനിക്ക് ഗവൺമെൻറ്റിനോട് ഒറ്റൊന്നേ പറയുള്ളൂ, നിങ്ങൾ ക്ഷേമനിധി പിരിക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന് മിനിമം വാടകയും അല്ലെങ്കിൽ കിലോമീറ്റർ വാടകയും ഹാൾട്ടിങ് വാടകയും നിശ്ചയിക്കുക. അല്ലാണ്ട് നിങ്ങൾ ക്ഷേമനിധി പിരിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഉണ്ട്, സുപ്രീം കോടതി ഉണ്ട്. ഇത് വെല്ലുവിളിയല്ല, ചെയ്യാനുള്ള ആമ്പയർ ഉണ്ടാവുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇതിന് ഒരു തീരുമാനങ്ങൾ എടുക്കുക. 2, ഇത് രണ്ടും ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആരും ചെയ്യണ്ട. ഈ സംസ്ഥാനത്തിന് 4 കോടി ജനങ്ങൾക്ക്, ഉപഭോക്താക്കൾക്ക് ടാക്സിൽ കൂടെ നിങ്ങൾ അടിച്ചമർത്തുന്ന കറണ്ട് ബില്ലിൽ 90 പൈസ കൂട്ടി ഇപ്പം കഴിഞ്ഞ മാസം, മദ്യത്തിന് വില കൂട്ടി, ഗ്യാസിന് വില കൂട്ടി. ഇനി എന്തിനാ നിങ്ങൾ കൂട്ടാനില്ലാത്ത എല്ലാത്തിനും നിങ്ങൾ കൂട്ടി. ഇപ്പം ഒറ്റ കൈയാണ് മോട്ടോർ വാഹനം. അതിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ക്ഷേമനിധി കെട്ടിയാലാണ് ടാക്സ് അടക്കാൻ പറ്റുള്ളൂ. അത് നിയമവിരുദ്ധമായിട്ട് ആരെങ്കിലും കോടതിയിലേക്ക് പോകാൻ എൻ്റെ മുമ്പിൽ വന്നാൽ അവരുടെ പിന്നിലാണ് നടന്നിട്ട് ഞാൻ ഹൈക്കോടതിയാണെങ്കിലും സുപ്രീം കോടതിയാണെങ്കിലും അത് ഞാൻ പൊളിച്ചടുക്കും. ഇത് റഹ്മാൻ വെറുതെ പറഞ്ഞു. റഹ്മാൻ ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് പോകണമെങ്കിൽ എൻ്റെ മയ്യത്തും കൊണ്ട് ഇവിടുന്ന് പോകണം, അല്ലാണ്ട് പോകില്ല. ഇതൊരു പ്രസ്ഥാനമാക്കിയിട്ട് ഈ വിഴിഞ്ഞം തുറമുഖത്ത് എൻ്റെ വണ്ടികൾ അവിടെ കയറും. ഇതിന് നമ്പർ ബോർഡും പ്ലേറ്റൊന്നും വെക്കാണ്ട് ഞാൻ ബ്ലോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു വാർത്ത ആക്കിയിട്ട് ഞാൻ പുറത്ത് വിടുന്നുണ്ടെങ്കിൽ നല്ല കളിയൊക്കെ തന്നെ ഞാൻ പറഞ്ഞത്. സർക്കാരിനെ വെല്ലുവിളിക്കുകയാണെന്ന് സർക്കാരിനോ ഇല്ലെങ്കിൽ സർക്കാരിൻ്റെ അനുഭാവികളായിട്ടുള്ള ചില വേട്ടാവളയന്മാരും ചിന്തിക്കുക. നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ. സർക്കാരിൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ അവകാശം എനിക്കും ഉണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്ന എൻ്റെ അതായത് ജോലിപരമായിട്ട് എനിക്ക് സർക്കാരിൻ്റെ മുമ്പിൽ ചില അപേക്ഷകളൊക്കെ ഞാൻ വെക്കുന്നുണ്ട്. ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ എനിക്കല്ല, ഈ സംസ്ഥാനത്തിനാണ് ലാഭം. കാരണം ഇപ്പോൾ ഈ 25,000 കണ്ടെയ്നർ വരികയാണ്. ചുരുങ്ങിയത് ഒരു ദിവസം നമ്മളെ കേരളത്തിൽ എത്ര ട്രക്കുകൾ ഓടണം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഇവിടെ വരാൻ പോകുന്ന 2 കാര്യത്തിലാണ് സർക്കാരിന് വരുമാനം. 1 വാഹനങ്ങളുടെ ടാക്സിൽ നിന്നും, 2 കറണ്ടിൽ നിന്നുമാണ്. കറണ്ടിൽ നിന്ന് വരാനുള്ള കാരണം എന്താണെന്ന്, സ്റ്റോറേജ്, അതായത് ഫീസർ കണ്ടെയ്നർ. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ മാതിരി തന്നെ ആപ്പിൾ, ഫ്രൂട്ട്സ് ഇതൊക്കെ സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ സ്റ്റോറേജ് വേണം നമ്മളെ സംസ്ഥാനത്ത്. അപ്പോൾ ഈ സ്റ്റോറേജ് നമ്മളെ വിഴിഞ്ഞത്ത് നിന്ന് 100 കിലോമീറ്റർ കടന്ന തമിഴ്നാടായി. അവിടെ വൈദ്യുതി ഫ്രീ ആണ്. ഒരു സംരംഭം തുടങ്ങാൻ ഭൂമി കൊടുക്കുകയാണ്, കറണ്ട് കൊടുക്കുകയാണ്. 6 വർഷത്തേക്കുള്ള ആനുകൂല്യങ്ങൾ ഗവൺമെന്റിൽ നിന്ന് പബ്ലിക്കിനാണ് കൊടുക്കുന്നത്. നിങ്ങൾ വ്യവസായം ഇവിടെ ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് ഗവൺമെന്റ് ഇവിടുത്തെ സ്ഥിതി അതല്ല. ഇവിടെ പൊതുവെ കേരളത്തിലൊരു പ്രസ്ഥാനം തുടങ്ങി കഴിഞ്ഞാൽ ആ ഭൂമി ആദ്യം തുടങ്ങാൻ വിചാരിക്കുന്ന ഭൂമിയിൽ നിന്ന് തന്നെ ആണിക്കല്ല് ഉദ്യോഗസ്ഥരടിക്കും. നീ ആ പേപ്പർ കൊണ്ടുപോവാ, ഈ പേപ്പർ കൊണ്ടുപോവാ, മറ്റേ പേപ്പർ കൊണ്ടുപോവാ, ഇത് സ്പീഡാക്കണമെങ്കിൽ ഇവിടെ വേണം, അവിടെ വേണം എന്നുണ്ടെങ്കിൽ അവനെ ഈ ഒരു സംഭവം തുടങ്ങുന്നതിൽ നിന്ന് പിന്മാറിക്കാനാണ് ഏറ്റവും വലിയ സംഭവം ഉണ്ടാവുക. അതായത് ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കണം, അല്ലെ ജോലി കിട്ടും എന്നുള്ള തിങ്കിങ് വേണമല്ലോ. അവന് സർക്കാർ വക ശമ്പളമുണ്ട്, അവന് സർക്കാർ വക ശമ്പളം കൊടുക്കുന്നുണ്ടാവും, സർക്കാർ വക രീതിയിലേക്ക് എല്ലാ ആനുകൂല്യം ഉണ്ടാവും. പാവപ്പെട്ട ആളുകൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോയേ തീരൂ. പല പ്രസ്ഥാനങ്ങളും, ഈ ലോറി പ്രസ്ഥാനം മാത്രമല്ല, എല്ലാ പ്രസ്ഥാനവും മുന്നോട്ട് പോയേ തീരൂ. അത് ശരിക്കും ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെ ഇതിവിടെ ക്ഷാമമാണ് ഡ്രൈവർമാർ. കാരണം ഇന്നത്തെ തലമുറക്ക് ജോലി ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒക്കെ നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്.
അത് നമ്മളെ രാജ്യത്തിന് ഈ സംസ്ഥാനത്തിന് ഭയങ്കര അപകടം പിടിച്ച പരിപാടി. പ്രത്യേകിച്ച് ലോറി പണി തെണ്ടിപ്പണിയാണെന്നുള്ള കണ്ടീഷനിലേക്കാണ് ഈ സാധനത്ത് മാറാൻ കാരണം. പക്ഷെ എൻ്റെ ടാർഗറ്റ് അതായത് ഡ്രൈവർമാരനെ ഉണ്ടാക്കലാണ്. ഇപ്പൊ നമ്മൾ എത്ര വണ്ടി ഇറക്കുന്നു ഇതിനൊക്കെ ഡ്രൈവറാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ആദ്യത്തെ പരിപാടി കൊടുക്കുന്നത് സ്ത്രീകൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അവർക്ക് സാലറി ബേസിക് സാലറി ആക്കിയിട്ട് നാഷണൽ പെർമിറ്റ് ഓട്ടാൻ ആർക്കും ധൈര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ സംവിധാനവും അതിൽ ചെയ്യുന്നുണ്ട്. ക്യാമറ, ഉൾ ക്യാമറ, ക്യാബിൻ്റെ ഉള്ളിൽ ക്യാമറ, റണ്ണിങ് ക്യാമറ, അതായത് സംസാരിക്കുമ്പോൾ അത് ഓൾറെഡി വോയിസ് ആയിട്ട് സേവ് ചെയ്യുന്ന ക്യാമറയും സംവിധാനം. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ മാസ സാലറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരണം പുതിയ തലമുറകൾ സ്ത്രീകൾ വരണം. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഏതൊക്കെ ഒരു ബ്ലോഗിൽ ഒരു സ്ത്രീ ഇന്ത്യ മൊത്തം കറങ്ങുന്നുണ്ട്. അതല്ല ലോറി ജീവിതം എന്നുള്ളത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. യഥാർത്ഥ ലോറി ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെമാരിലൊക്കെ പറയുന്നതാണ് യഥാർത്ഥ ലോറി ജീവിതം. എന്തായാലും ലോറി ഡ്രൈവർമാർക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം മുന്നോട്ട് പോകണം, അതായത് സർക്കാരിനെ കുറ്റം പറയുന്നല്ല, വീണ്ടും പറയാണ്, അല്ലല്ല സർക്കാരുകൾ മറ്റുള്ള ആളുകൾക്ക് സ്മൂത്തായി സർക്കാരിന് വരുമാനം വേണോ, വരുമാനം നശിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതിലപ്പുറത്തേക്ക് വരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ സർക്കാർ നിലനിന്ന് പോകണം എന്നുള്ള കണ്ടീഷനിലേക്കുള്ള ആളുകളോടാണ് ഇവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞത്. അപ്പൊ എന്തായാലും നന്ദി, നമസ്കാരം.